ഇന്ത്യയിൽ കുടുംബ ബജറ്റ് തകിടം മറിക്കാൻ ഇന്ധനവില വർധനവ് വരുന്നു. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണമാകുന്നത്. നിലവിൽ വില വർദ്ധിപ്പിക്കാത്തത് മൂലം പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു മാസത്തിലേറെയായി ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. എന്നാലിതാ ഇപ്പോൾ ഇന്ത്യയിൽ കുടുംബ ബജറ്റ് തകിടം മറിക്കാൻ ഇന്ധനവില വർധനവ് വരുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയും ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നു. അതെ, അസംസ്കൃത എണ്ണവില കുത്തനെ ഉയരുകയും വിതരണ ശൃംഖലകളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തോടെ പല രാജ്യങ്ങളും ഇന്ധനവില വർദ്ധിപ്പിച്ചു. എന്നാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇത് ശരിക്കും ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ്. പക്ഷേ എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയെ ഇത് തകിടം മറിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ആഗോള വിപണിയിലെ വിലക്കയറ്റം പമ്പുകളിൽ പ്രതിഫലിക്കാത്തതിനാൽ എണ്ണ കമ്പനികൾ വലിയ തോതിൽ മാർജിൻ ഉപേക്ഷിക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോഴെല്ലാം ഇന്ത്യയിൽ വില കൂടണമെന്നില്ല. കേന്ദ്ര സംസ്ഥാന നികുതികൾ, രൂപയുടെ മൂല്യം, ശുദ്ധീകരണ ലാഭം, മുൻകൂട്ടി വാങ്ങിവെച്ചിട്ടുള്ള എണ്ണ ശേഖരണം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് റീറ്റെയിൽ വില നിശ്ചയിക്കുന്നത്. മുൻപ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ എണ്ണയുടെ ശേഖരവും ശുദ്ധീകരണശാലകളിൽ നിന്നുള്ള ലാഭവും ഉപയോഗിച്ചാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ വിലവർദ്ധനവ് തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ ദീർഘകാലം ഇന്ധനവില വർദ്ധിപ്പിക്കാതിരുന്നാൽ അത് കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കും. ലാഭം കുറയുന്നതോടെ പുതിയ നിക്ഷേപങ്ങൾക്കും വിപുലീകരണത്തിനും കമ്പനികൾക്ക് സാധിക്കാതെ വരും. ഇതൊടുവിൽ ലിക്വിഡിറ്റി പ്രതിസന്ധിയിലേക്കും കടബാധ്യതയിലേക്കും നയിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്ത കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും അത്തരത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന്, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുമോ എന്നതും മറ്റൊന്ന് അസംസ്കൃത എണ്ണവില $100 താഴേക്ക് നിൽക്കുമോ എന്നതാണ്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 25 മുതൽ 28 രൂപ വരെ വർധനവ് ഉണ്ടായേക്കാമെന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണമാകുന്നത്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ എണ്ണ വിതരണത്തെ ബാധിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ വില വർദ്ധിപ്പിക്കാത്തതുമൂലം പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഭീമമായ നഷ്ടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മാസവും ഏകദേശം 270 ബില്യൺ രൂപയുടെ അധിക ബാധ്യതയാണ് കമ്പനികൾക്കുണ്ടാകുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ആഭ്യന്തര വിപണിയിൽ മാറ്റം വരുത്താത്തത് എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയെ തകിടം മറിക്കുന്നു. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബില്ലിൽ പ്രതിദിനം 190 മുതൽ 210 മില്യൺ ഡോളറിന്റെ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഏപ്രിൽ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുന്നതോടെ ഇന്ധനവിലയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ 25 മുതൽ 28 രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വില വർധനവുണ്ടാവുക. അതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും വഴിതെളിക്കും. ഗതാഗത ചെലവും കൂടും. ചരക്ക് നീക്കത്തെയും ബാധിക്കും. ഇത് വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതായത് വരും മാസങ്ങളിൽ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരം താങ്ങേണ്ടി വരുമെന്ന് സാരം. ചുരുക്കത്തിൽ, തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുന്നതിന് പിന്നാലെ രാജ്യത്ത് ഇന്ധനവിലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.